ഐസിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി പീക്കിൽ കല്യാണി രാഗമോ ടാക്കിനാക്കടി ടാക്കിനാക്കണ് ഐസിൽ കർപ്പൂര ദീപമോ. ജാക്കി ചേട്ടാ, നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. കാവേരി ചേച്ചി എവിടെ? കാവേരി ചേച്ചി, എന്തു പറ്റി? എന്താ വിഷമിച്ചിരിക്കുന്നേ? അല്ല സുബി, നീ ആ റൗഡികളെയൊക്കെ എങ്ങനെയൊക്കെയോ തൽക്കാലം പറഞ്ഞു വിട്ടു. മൂന്ന് ദിവസം കഴിഞ്ഞ് അവര് വീണ്ടും വരുമെന്നാ പറഞ്ഞിരിക്കുന്നെ. ഈ 3 ദിവസത്തിനുള്ളില് നമുക്ക് അത്രയും പൈസയൊക്കെ കണ്ടെത്താൻ കഴിയൂ സുബി? അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവേണ്ടി വരില്ലേ? അങ്ങനെയായ നമ്മൾ എങ്ങോട്ട് പോവും? അയാള് പറഞ്ഞതുപോലെ വല്ല അമ്പലത്തിലോ ഫുട്പാത്തിലോ തെരുവിലോ കഴിയേണ്ടി വരില്ലേ? ജാക്കി ചേട്ടാ, ഈ ആഴ്ച എന്തായാലും വെയില് നോക്കണ്ട. വെറും തണുപ്പ്, മഴ, കാറ്റ്. നമ്മൾ എങ്ങാനും തെരുവിലേക്ക് എത്തിയാ നമ്മുടെ കഥ കഴിഞ്ഞു. മംഗലാപുരത്ത് മീനും പിടിച്ച് ബീച്ചും കണ്ട് സന്തോഷത്തോടെ നടന്നതാ. ഈ സാമി മുത്തശ്ശന്റെ കയ്യിൽ പെട്ടു. ബാംഗ്ലൂരിലേക്ക് വന്ന് തീരുമാനമായി. എല്ലാവർക്കും സെയിം ഹെഡേക്ക് ആണെങ്കിൽ ഇവന് വേറെ ഹെഡേക്ക്. എന്റേത് വീട് ജാക്കി ചേട്ടാ. ഈ സുബി വീട്ടിലുണ്ടെങ്കി തണുക്കുന്നേന്ന് പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്കും. അപ്പൊ തെരുവിലേക്ക് എത്തിയാ ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യം തന്നെ സംശയമാ. അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ, നല്ലവർക്ക് ദോഷം ഒന്നും വരത്തില്ല എന്ന്. ഭഗവാനെ, എന്റെ രാമനും സീതയ്ക്കും എന്തിനാ ഇങ്ങനൊരു വിധി കൊടുത്തേ? പുത്രശോകം നിരന്തരം എന്നല്ലേ പറയാറ്? ആ പുത്രദുഃഖം ഞാൻ ഒരുപാട് അനുഭവിച്ചു തീർത്തതാ. അത് മതിയായില്ലേ നിനക്ക്? എന്റെ കൊച്ചുമോൻ രാമനും അവന്റെ ഭാര്യയ്ക്കും അത് കൊടുത്തില്ലേ? അച്ഛൻ ഭക്ഷണം കഴിച്ചോളൂ. അച്ഛനൊന്നും കഴിക്കാതെ നേരെ ഇങ്ങോട്ട് വന്നതല്ലേ. കഴിക്കച്ച. വേണ്ട മോളെ, വായിന്നൊന്നും ഇറങ്ങുന്നില്ല മോളെ. എനിക്ക് മനസ്സിലാവോ അച്ഛാ, മനസ്സിൽ വിഷമമുള്ളപ്പോ ഭക്ഷണമൊന്നും കഴിക്കാനാവില്ലെന്ന്. പക്ഷെ അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴേ ഇങ്ങനെയാണ്. ഈ ഒരു അവസ്ഥയില് അച്ഛൻ എന്തെങ്കിലും ഒരു വയ്യായ വന്ന പിന്നെ എന്ത് ചെയ്യൂ അച്ഛാ? നീ വെറുതെ വിഷമിക്കണ്ട മോളെ, എല്ലാം ശരിയായിക്കോളൂ. എങ്ങനെയാ അച്ഛാ എല്ലാം എങ്ങനെ ശരിയാവൂന്നാ പറയുന്നത്? സീമോൾക്ക് എന്താ പറ്റിയെന്ന് സീതയോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അച്ഛാ. അവളിപ്പോ അവളുടേതായ ഒരു സാങ്കല്പിക ലോകത്തിലാണ് ജീവിക്കുന്നത്. അവളെ കണ്ട അപ്പു എന്തൊക്കെ സഹിച്ചൊന്ന് പിടിച്ചു നിൽക്കുന്ന അച്ഛാ. അപ്പുന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നും ചെയ്യാതെ ഇങ്ങനെ വിട്ടുകളഞ്ഞ ഇനിയും പ്രശ്നങ്ങൾ കൂടെയുള്ളൂ അച്ഛാ. സിഹി സിഹിന്നും പറഞ്ഞ് സീത കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? ആ പാവയെ അത് സിഹിമോളല്ലെന്ന് അവൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റൂ അച്ഛാ. സിഹിമോള് മരിച്ചു പോയ കാര്യം നമ്മൾ അവളോട് പറഞ്ഞു പറ്റൂ അച്ഛാ. എന്താ മോളെ, എന്താ നീ പറയുന്നേ? അതെ അച്ഛാ, ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയാ എന്റെ മോൻ, എന്റെ അപ്പൂന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ.
എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. നിന്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് സത്യങ്ങളൊന്നും പറയല്ലേ മോളെ. അതിപ്പോ പറയാൻ പാടില്ല. സത്യം പറയാൻ വലിയ പാടില്ല. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും സത്യം പറയാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ മോള്? സീതയുടെ മനസ്സിപ്പോ വളരെ സെൻസിറ്റീവാണ് മോളെ. ലോകത്തിലൊരാൾക്കും സ്വപ്നത്തിൽ പോലും വരാൻ പാടില്ലാത്തൊരവസ്ഥയല്ലേ അവക്ക്. അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൊടുക്കും മോളെ. ഇനിയും എത്ര നാളെന്ന് വെച്ചാച്ച? മോള് വിഷമിക്കണ്ട. സീതയെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാന്നേ. അത്രയും കാലം നമ്മുടെ അപ്പുവിന്റെ അവസ്ഥ അപ്പൊ എന്താവോ അച്ഛ? നമ്മളിപ്പോ സീതയുടെ കാര്യം മാത്രം ചിന്തിക്കുന്നത്. അച്ഛൻ എന്താ നമ്മുടെ അപ്പുവിനെ കുറിച്ച് ആലോചിക്കാത്ത? സീത അവളുടേതായ ഒരു സാങ്കല്പിക ലോകത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പു സത്യങ്ങളൊന്നും പറയാനാവാതെ, വേദന സഹിക്കാനാവാതെ ഓരോ സെക്കൻഡും അവൻ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അച്ഛ? അറിയാം മോളെ, അറിയാം. എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള ഉത്തരം എന്റെ അടുത്തില്ല മോളെ. സീതയ്ക്ക് ഭേദമായാലേ രാമൻ നോർമലാവൂ. നമ്മളതിന് കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കണം. നമ്മൾ നല്ലവരല്ലേ? ദൈവം നമുക്ക് ദോഷം തരില്ല. എന്തായാലും തെരുവിൽ കിടക്കില്ല. കാവേരി ചേച്ചി, നിങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണ്ട. പിന്നല്ലാതെ നിങ്ങളൊക്കെ തെരുവിൽ പോയി കിടക്കാൻ ഞാൻ സമ്മതിക്കുവോ? ആ ഗുണ്ടയുടെയൊക്കെ മുഖത്ത് പൈസ എറിഞ്ഞു കൊടുക്കാം. ആഹാ, പുറകിലത്തെ പൈസ പാടത്ത് ഈ വർഷം നല്ല വിളവുണ്ടെന്ന് തോന്നുന്നല്ലോ, അല്ലേ ഗ്രാൻഡ് ബാ? ഐ എം റൈറ്റ്, ഐ എം റൈറ്റ്. ഞാൻ വെറുതെ തമാശനൊന്നും പറഞ്ഞല്ല മോനെ. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിച്ചു കൊടുക്കാന്നാ പറഞ്ഞേ. അല്ല, ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന പൈസ വെറുതെ ഇങ്ങോട്ട് കയറി വരുവോ? ഇനിയിപ്പോ പൈസ പാടം ഉണ്ടെങ്കിലും വെള്ളവും വളവും കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഫലം കിട്ടില്ല. നടക്ക് നടക്ക്, വേഗം ഡ്യൂട്ടിക്ക് പോവാൻ നോക്ക്. നിക്ക്, വാതിലടച്ചിട്ട് വരാം. അച്ഛൻ സീതയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് പറയുന്നുണ്ടല്ലോ. സീതയുടെ അസുഖം മാറാതിരിക്കുന്നത് നല്ലത്. മരിക്കുന്നതിന് മുമ്പ് സിഹി അവളുടെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നോ, സീതയ്ക്ക് ഭേദാവാൻ പാടില്ല. അതാ എനിക്ക് നല്ലത്. ഹലോ മാഡം. ഞാൻ ഈ കോളിന് കാത്തിരിക്കുകയായിരുന്നു. സ്ലം ഡിമോളിഷൻ കഴിഞ്ഞോ? ഇല്ല മാഡം. ഇല്ലെന്നോ? ഇത് പറയാൻ വേണ്ടിയാണോ താൻ എന്നെ ഇപ്പൊ വിളിച്ചത്? സ്ലം ഡെമോളിഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? മാഡം, കുറച്ച് പീക്കിരി പിള്ളേര്, ആ കൂട്ടത്തില് കുരുമുളകിന്റെ വലിപ്പമുള്ളൊരു പെണ്ണ് നമ്മുടെ പണിക്ക് തടസ്സം ഉണ്ടാക്കി മാഡം. അതും കൂടാതെ വീഡിയോ എടുത്തിട്ട് അത് വൈറലാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു മാഡം. കുറെ പീക്കിരി പിള്ളേര് പേടിപ്പിച്ചെന്ന് പറഞ്ഞ് താനൊന്നും ചെയ്തില്ലെന്നോ? നാണമില്ലേ നിനക്ക് ഇങ്ങനെ പറയാൻ? മാഡം, അവർക്ക് 3 ദിവസം സമയമുണ്ടല്ലോ. ഇത്രയും ദിവസം കാത്തിരുന്നല്ലേ, ഈ 3 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാനാ? അവരെ കണ്ടാൽ അറിയാം, ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടീമൊന്നും അല്ല മാഡം. 3 ദിവസം കഴിഞ്ഞാൽ ഡെമോളിഷ് ചെയ്യാം മാഡം. നീ എന്താ ചെയ്ത് തൊലയ്ക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ സ്ഥലത്ത് ഇനി ആ സ്ലം ഉണ്ടാവാൻ പാടില്ല. ദേ നോക്ക്, ഈ ജോലി നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ, എന്റെ അടുത്ത് വേറെ ആൾക്കാരുണ്ട്. ഇല്ല മാഡം, ജോലി ഞാൻ കൃത്യമായി ചെയ്തിരിക്കും മാഡം. അയ്യോ, ആരാ ഇത് വലിച്ചു വാരിയിട്ടത്?
സീതമ്മ കണ്ടാൽ വഴക്ക് പറയും. കൺഫേം. ഇതൊക്കെ എടുത്തു വെച്ചേക്കാം. എന്നാ എനിക്കൊന്നും തൊടാൻ പറ്റാത്തെ? അയ്യോ സിഹി, നിന്റെ സാധനങ്ങളൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് എടുത്ത് വെക്കണമെന്ന്. എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ വെക്കണം. ഞാൻ പറഞ്ഞാ നീ അത് കേൾക്കാറേ ഇല്ലല്ലോ. സീതമ്മ, ഞാൻ എടുത്തു വെച്ചോളാം. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കിതൊന്നും തൊടാൻ പറ്റുന്നില്ല. സിഹി, ഇന്ന് പുറത്ത് നല്ല തണുപ്പാ. നിനക്ക് പനി പിടിക്കുമെന്ന് വിചാരിച്ച സ്കൂളിൽ വിടാഞ്ഞ്. പക്ഷേ നാളെ തൊട്ട് നീ സ്കൂളിലേക്ക് പോകണം കേട്ടോ. ഓക്കേ സീതമ്മ. ഹോംവർക്ക് മുഴുവൻ പെൻഡിങ് ആണല്ലോ. ഇരുന്ന് ചെയ്തേ. സീതമ്മ, ഞാൻ ഇവിടെ ഇരിക്കുന്നേ, അവിടെ അല്ല. അവൾക്ക് എന്തിനാ എന്റെ ബുക്ക് കൊടുക്കുന്നേ? ഓ, ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാവേ. സീതമ്മ, അല്ല ഇവളെന്തീ ചെയ്യുന്നേ? എന്റെ സിഹിമോൾ എപ്പോഴും സേഫ് ആയിരിക്കണം. ആരും തട്ടിക്കൊണ്ട് പോകരുത്. മോളെ, ഞാൻ ഡോറ് ലോക്ക് ചെയ്തത് കൊണ്ട് നീ പേടിക്കണ്ട കേട്ടോ. നീ ഹോംവർക്ക് എല്ലാം ചെയ്ത് തീർത്തോ? ഞാൻ വേഗം വരാവേ. സീത ഡിസ്ചാർജ് ആയ വിവരം അറിഞ്ഞു. അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, അത് ആഹാ, അച്ഛാ അമ്മേ, സുഖമാണോ? എത്ര ദിവസമായി നിങ്ങൾ രണ്ടാളെയും കണ്ടിട്ട്. വാതിക്ക് നിന്ന് സംസാരിക്കുന്ന എന്താ? റാം, ഇവിടെ നിർത്തി സംസാരിക്കുന്ന എന്താ? അകത്തേക്ക് വിളിക്കണ്ടേ? അമ്മേ, അകത്തോട്ട് വരൂ. അച്ഛാ, നിങ്ങൾ അകത്തേക്ക് വാ. എന്താ നിങ്ങൾ ആലോചിക്കുന്നേ? അകത്തേക്ക് വാ. വരൂ, ഇരിക്ക്. എന്താ
നിൽക്കുന്നേ? ഇരിക്ക്. സീത, ഇപ്പൊ മുത്തശ്ശി എങ്ങാനും സീതയോട് സിഹിയെ പറ്റി സംസാരിക്കുവോ? എന്തു പറ്റി? അമ്മേ, എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നേ? അല്ല മോളെ സീത, മുത്തശ്ശൻ വന്നു. ഓ നമസ്കാരം. 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 ഇരുന്നോളൂ, ഇരുന്നോളൂ. ഇരുന്നോളൂ. ബെല്ലി, നിനക്ക് വായിക്കാൻ അറിയാമോ? ഇല്ലല്ലോ. അപ്പൊ നിനക്കത് സീതമ്മേനോട് പറയാൻ പാടില്ലേ? ഓ, നിനക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലേ? സാരമില്ല, ഇത് എന്റെ ബുക്കാ, എനിക്ക് താ. അയ്യോ ബെല്ലി, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്കൊന്നും എടുക്കാനും കഴിയില്ല. എന്തോ മാജിക് നടക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ആരും കാണുന്നുമില്ല, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നുമില്ല. എന്താ സംഭവിക്കുന്നേ? ബെല്ലി, എനിക്ക് നിന്നെ കാണുമ്പോ ജലസ് തോന്നുന്നുണ്ട്. എന്താണെന്നോ, സീതമ്മ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അതെനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, അത് എന്റെ ബെല്ലിയാ, സീതമ്മയുടെ ഫേവറേറ്റ് പാവയും. അതിങ്ങ താ. ഇതാണോ നിന്റെ മകള്? നിന്റെ കണ്ണിലിപ്പി ഇതാണോ നിന്റെ സിഹി? ഇനി നീ കണ്ടോ സീതെ, ഈ സിഹിയെ നിനക്ക് കൈപ്പുള്ളൊരു ഓർമ്മയാക്കി ഞാൻ മാറ്റും. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, അതെന്റെ ബെല്ലിയാ, അതെന്റെ ബെല്ലിയാ, അതെന്റെ ബെല്ലിയാ, എനിക്കത് താ. എന്തായി ചെയ്യുന്നേ? ക്രിക്കറ്റ് അങ്കിൾ, ബഡ്ഡി ബംഗാരി അമ്മ ആന്റിനോടൊന്ന് പറ, ബെല്ലിനൊന്ന് തരാൻ. സീതമ്മയുടെ ഫേവറേറ്റ് പാവയാ അത്. അല്ല, ഈ പാവയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നു ഭാർഗവ്? ഈ പാവയെ നമ്മുടെ സീത ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇതില്ലാതായി അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയണം. അല്ല ഭാർഗവ്, ഈ പാവ കാണാതെ പോയ സീത വല്ലാതെ വിഷമിക്കും നിനക്കറിയില്ലേ? ഞാൻ ചെയ്യുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല വിശ്വ. ലെറ്റ് ഇറ്റ് ബി. അല്ല, ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. മുത്തശ്ശ, നിങ്ങൾ ഇപ്പോഴും തെരഞ്ഞോണ്ടിരിക്കുവാണോ? ഞാൻ ദേ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ആഹാ, കൊള്ളാലോ, നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഉള്ളിൽ ഹൗ മച്ച്? ഭാരം വെച്ച് നോക്കുമ്പോ ഒരു 2000 രൂപയൊക്കെ ഉണ്ടാവും. മുത്തശ്ശ, നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് 3 ലക്ഷം. 2000 രൂപ ഉണ്ടെങ്കിൽ ഇനി എത്ര രൂപ കൂടെ വേണം? നിനക്കെന്താ കണക്കൊന്നും അറിയില്ലേ തമ്പുരാട്ടി? ഞാൻ നിന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ. ഞാൻ മുത്തശ്ശനോടാ ചോദിച്ചത്.
അയ്യയ്യോ മിണ്ടാതിരിക്കെ, നമുക്കിനി ഒരുപാട് പൈസ വേണം. നടക്ക് നടക്ക്. ഐ തിങ്ക് ടുഡേ ഒന്നും ഗേറ്റില്ലാന്ന് തോന്നുന്നു. അയ്യോ, വെറുതെ നാക്ക് വളയ്ക്കല്ലേ. നമ്മുടെ വീട് നിലനിർത്തണമെങ്കിൽ നമ്മൾ മോഷ്ടിച്ചേ പറ്റൂ. മോഷ്ടിക്കണം, പക്ഷെ വെറുതെ മോഷ്ടിച്ചാ പോരാ. ലോട്ടറി അടിക്കണം. അല്ലെങ്കിലേ നമ്മൾ ആ വീട് മറന്നാ മതി. കേട്ടല്ലോ? അയ്യോ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പൈസ കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി പൈസയും കൊണ്ട് നമ്മളൊക്കെ വീട്ടിലേക്ക് പോകൂ. 3 ലക്ഷം ഉണ്ടാക്കിയിട്ട് അവന്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കണം. മുത്തശ്ശ, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈസ ഭഗവാനാണെന്ന്. അത് എറിയുന്നത് തെറ്റാ. നേരിട്ട് കയ്യിൽ കൊടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ, നേരിട്ട് കൈ തന്നെ കൊടുക്കാം. വേണമെങ്കിൽ ഗോൾഡ് പ്ലേറ്റില് 3 ലാക്ക് പുട്ട് ചെയ്ത് give ചെയ്യാം. അയ്യോ. എല്ലാരും ഒന്ന് മാറ്ററിലേക്ക് വരുമോ? എന്താ പ്ലാന്? എടയിറക്ക, എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇന്ന് വെറുതെ ചില്ലറയും പേഴ്സൊന്നും അടിച്ചു മാറ്റിയിട്ട് കാര്യമില്ല. വലിയ എമൗണ്ട് തന്നെ അടിച്ചു മാറ്റണം. എടാ കുട്ടിലിംഗം, അത് നോക്ക്. സീത, നിനക്കിപ്പോ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അമ്മ, എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. സ്നേഹമുള്ളൊരു ഭർത്താവ്, ശ്രദ്ധയുള്ളൊരു മുത്തശ്ശൻ, ഇത്ര നല്ലൊരു ഫാമിലി ഉള്ളപ്പോ സന്തോഷത്തിന് എന്ത് കുറവ് വരാനാ? ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്താ നിങ്ങളുടെ വിശേഷം? നന്നായിട്ട് പോകുന്നു മോളെ. അല്ല, നിങ്ങൾ സാധാരണ വരുമ്പോ ഫോൺ ചെയ്തിട്ടല്ലേ വരാറ്? ഇന്നെന്താ വിളിക്കാൻ? ഞാനത് ആലോചിക്കുന്നേ. ഓ, സിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണോ?